അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇല്ല, അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഘടകകക്ഷി എതിർത്തു. ഒറ്റയാളുള്ളവർക്ക് ഫുൾ മന്ത്രിസ്ഥാനം, അവർ കൂടുതൽ ആളുണ്ടായിട്ടും രണ്ടാമതൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായും കിട്ടിയ അവസരം കോൺഗ്രസ് മുതലാക്കി അവർ 11 എന്നുള്ളത് 12 മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പം ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാകേണ്ടി വന്നു. അനൂപും ഞാനും കൂടി ആലോചിച്ചു. ആദ്യത്തെ ടൈം അനൂപ് ആയിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിൽ എനിക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു ധാരണയായി. അത്രയേ ഉള്ളൂ. അത് മുഖ്യമന്ത്രി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ബ്രീഫ് ചെയ്യുമ്പോൾ പറയുമായിരിക്കും. ഞാൻ ഇന്നലെ അത് പറഞ്ഞു. അനൂപ് ഇങ്ങനെ ഡിനേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഈ ആദ്യത്തെ ഒരു 2.5 വർഷം ഒരു ക്യാബിനറ്റ് തുല്യമായ ഒരു പദവി വേണമെന്ന് അത് മാന്യമായ രീതിയിൽ ചെയ്യും. ഒരുപക്ഷെ ഇന്നത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞ ഞാനിതൊന്നും അങ്ങോട്ട് ചോദിച്ചതല്ല. ആദ്യം പറഞ്ഞതും പാലായി വന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അവർ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇവിടെ വന്നപ്പം വകുപ്പ് വരെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ഉണ്ടായി തീർച്ചയായും. എനിക്കിപ്പോൾ പരാതിയില്ല. പ്രശ്നങ്ങൾ തീർന്നു. നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നോ? എനിക്കറിയില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രഖ്യാപനം ഇന്നുണ്ടായില്ലെങ്കിൽ ടൈം വ്യവസ്ഥ ഇല്ലെന്ന് കരുതേണ്ടി വരും. അല്ല, എനിക്കറിയത്തില്ല. ഞാനും എന്നെ അനൂപിനെ കൂടെ നിർത്തി ഒന്നിച്ച് സംസാരിച്ച് ഇങ്ങനെയാക്കാം തീരുമാനമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് തീർത്തതാണ്. അനൂപും പറഞ്ഞതാണ്. മാധ്യമങ്ങളോട് ഒരു പ്രഖ്യാപനം ഇല്ലെങ്കിൽ പോലും 2.5 വർഷത്തിന് ശേഷം താങ്കൾക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ അനൂപ് അങ്ങനെ പറഞ്ഞാലും മുഖ്യമന്ത്രിക്ക് ഒരു മന്ത്രിയെ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ചാനലുകാർ ചോദിച്ചു കർണാടകത്തിലെ വിഷയം ഒരു മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് വേറൊരാൾ മുഖ്യമന്ത്രി ആകുന്ന കാര്യമാണ്. ഇവിടെ അതില്ല. ഇതിലൂടെ ഘടകകക്ഷിപ്പെട്ട ഒരു മന്ത്രി 2.5 വർഷം കഴിഞ്ഞ് മാറണമെന്ന് പറഞ്ഞാൽ മാറ്റിയിരിക്കും. അതാരെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. ഇല്ല, തീർച്ചയായും ഒരു ടീം എന്നുള്ള നിലയ്ക്ക്, ടീം UDF എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വേണ്ടിയതായിരുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെയായി. ഞാൻ അതിനോട് ഒത്തുചേർന്നു. എനിക്കിപ്പോൾ പരാതികളില്ല, പ്രശ്നങ്ങളുമില്ല. തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്നലെ കണ്ടാ ഞാൻ. ഉടനെ പരിഹരിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കുമെന്ന്. വളരെ സന്തോഷമായിട്ട് മടങ്ങും.